ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ്റെ ഡിഷുമായിട്ടാണ്. ചിക്കൻ ടിക്ക മസാല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ, തൈര്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ടൊമാറ്റോ പ്യൂരി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ജീരകം, കുരുമുളക് പൊടി, ലെമൺ ജ്യൂസ്, മല്ലിപ്പൊടി, ഗരം മസാല, ചെറിയ ജീരകം പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, കസൂരി മേത്തി, പച്ചമുളക്, മല്ലിച്ചപ്പ്, സവാള. ഇനി ചിക്കനൊന്ന് മസാല തേച്ച് വെക്കാം. അതിനു വേണ്ടി 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത് 1/2 സ്പൂൺ, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ തൈര്, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1 സ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ചിക്കനിൽ നന്നായി മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ ബോൺലെസ് ആയിട്ടുള്ള പീസാണ് എടുക്കാറ്. ഇത് ചിക്കൻ ടിക്ക മസാല ആയതുകൊണ്ട് ഞാൻ എല്ലോട് കൂടിയ പീസും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ ടിക്ക മസാലയാക്കി എടുക്കുന്നത് കൊണ്ട് ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനി നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം. ഈ എണ്ണയിൽ തന്നെയാണ് നമുക്കിതിൻ്റെ ഗ്രേവിയും തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടി 1 സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിതിന് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ സവാളയും വഴറ്റണം. അപ്പോഴാണ് ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ചെറിയ ജീരകം പൊടിക്കാത്തത് 1 സ്പൂൺ, 1/4 സ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കാം. ഞാനിതിന് 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി മിക്സിയിൽ ജ്യൂസ് അടിച്ച് ചേർത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക്
മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനതില്ലാത്തതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ടിക്ക മസാല റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി പൊടിച്ച് ചേർക്കുക. കുറച്ച് മല്ലിയിലയും തൂവി കൊടുക്കുക. അതിനുശേഷം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ടിക്ക മസാല റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.